ഞാൻ ആരാ എന്താന്നൊക്കെ പിന്നെ പറയാം. ആദ്യം നിങ്ങളെ പോയി കെട്ടിയോനെ വിളിച്ചിട്ട് വന്നേ. പെട്ടെന്ന് വിളിക്ക്. കാര്യം എന്താന്നോ, 3 മാസം മുമ്പ് അവൻ എന്റെ 10,000 രൂപ വാങ്ങിച്ചോണ്ട് മുങ്ങിയതാ. 3 മാസം മുമ്പ് എന്റെ 10,000 രൂപ കടം വാങ്ങിച്ചിപ്പോ തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. നിങ്ങളുടെ കാശ് മേടിച്ചു? അതെ. എന്റെ ഏട്ടൻ അങ്ങനെ ആരോടും കടം മേടിക്കത്തൊന്നുമില്ല. നിങ്ങളുടെ ചിലപ്പോ വാങ്ങിച്ചൊന്നും വരില്ല, പക്ഷെ എന്റേന്ന് വാങ്ങിച്ചു. 10,000 രൂപ വാങ്ങിച്ചിട്ട് 3 മാസം. അതെ, 3 മാസം മുമ്പ് 10,000 രൂപ എന്റെ വാങ്ങിച്ചോണ്ട് പോയിട്ടേ ഇപ്പൊ തരാം, പിന്നെ തരാം, നാളെ തരാം, മറ്റന്നാൾ തരാന്ന് പറഞ്ഞ് മുങ്ങി നടക്കാൻ പോയിട്ട് മാസം 3 എന്റെ വിളിച്ചാ ഫോൺ എടുക്കൂ. ചേട്ടാ, ഏട്ടൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കാറുണ്ട്. അത് ചിലപ്പോ നീ വീട്ടിൽ നിന്ന് വിളിക്കുന്നതായിട്ടായിരിക്കും എടുക്കുന്നത്. എന്റെ നമ്പർ കണ്ടാ കൊന്നുളഞ്ഞ എടുക്കില്ലെന്ന്. ഇന്നലെ രാത്രി എന്റെ വേറൊരുത്തിന്റെ നമ്പർ ഞാൻ വിളിച്ചു, അപ്പ എടുത്തിട്ട് പറയാ അവൻ എറണാകുളത്താണെന്ന് പുള്ളി. ഏട്ടൻ എറണാകുളത്തല്ലായിരുന്നല്ലോ. അത് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോഴേ അറിഞ്ഞത്. അതിപ്പോ ഉടനെ തന്നെ ഞാൻ വന്നല്ലോ. അതുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് മുങ്ങുന്ന മുമ്പ് എനിക്കിപ്പോ കിട്ടണം കാശ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പെട്ടെന്ന് വിളിക്ക്. അല്ല ഇതാരാ? ഇതാ എന്റെ കെട്ടിയോ. ഏട്ടൻ ഇയാളുടെ കാശ് കടം മേടിച്ച? അയ്യോ ചേട്ടനല്ല, എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചൊരു വെള്ളയും ഇട്ടിട്ട് തടിച്ചിട്ടൊരാളല്ലേ, കണ്ണാടി. ഈ പുള്ളിയുടെ വീട്ടിൽ ആണെന്നാ പറഞ്ഞത്. അയാളെ നോക്കിയാ ഞാൻ വന്നത്. ആളുണ്ട്. എവിടെ? ഒന്ന് വിളിക്കോ? വിളിക്കാം. തങ്കം, തങ്കം, ഇറങ്ങി വാ. എന്ത് വാടാ ചെറുക്ക? ഓയല്ലേ വിളിക്കുന്നാത്തൂനെ. എന്തുവാടാ ഇത്? സംഗീത്. ഈ സംഗീതിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ നിന്റെ ഭർത്താവ് കടം മേടിച്ചു. അത് കൊടുത്തില്ല. അതിന്റെ പേരിൽ പുള്ളി ഇവിടെ കിടന്ന് ബഹളം വയ്ക്കായിരുന്നു. അത് കൊള്ളാമല്ലോ. 10,000 രൂപ മേടിച്ചെങ്കിൽ കൊടുക്കും. അതിന് ബഹളം വെക്കണ എന്തിനാ? കൊടുക്കണ്ടേ? കൊടുക്കും. അതിന് പറഞ്ഞ സമയത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇയാള് നേരം വിളിക്കും ഇങ്ങോട്ട് പറഞ്ഞത്. കൊള്ളാലോ ആള്. എന്റെ അടുത്ത് ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞിട്ടാ പോയത്. ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞെങ്കിൽ ഒരാഴ്ച ആവുമ്പോ തരും. ഒരാഴ്ച ആയിട്ടുണ്ടാവൂല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസമായി. അതെ, നിങ്ങളൊരു 3 മാസമായി. ശരി, ഞങ്ങള് നാട് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഏത് കുടുംബത്തിൽ വന്ന ഈ ബഹളം ഉണ്ടാക്കണെന്ന് അറിയുമോ? കനക, നീ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാണോ? ഇത് ഹവീൽദാരുടെ കുടുംബം. ഇവിടെ കയറി ഇങ്ങനെ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഹവീൽദാറിനെ വിളിച്ച് പുള്ളിയോട് സംസാരിക്കാം. പുള്ളിയുടെ പൈസ ഇയാളിത് എവിടെ നിന്ന് വന്നേക്കുന്നു? ഞങ്ങൾ അച്ഛൻ മരിച്ചു പോയില്ലേ, പിന്നെ ഇയാൾക്ക് പൈസ എവിടെ നിന്ന് എടുത്തു തരാനാ? ആ അച്ഛന്റെ സ്ഥാനത്ത് ഞങ്ങൾ കാണുന്ന ആളാണ് ദേ ഈ നിൽക്കുന്നത്, എന്റെ ആങ്ങള കനകൻ. അവനുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എനിക്ക് എന്റെ കാശ് മാത്രം കിട്ടിയാൽ മതി. 10,000 രൂപ അതിന്റെ പലിശ. അതിപ്പോ സാറ് തന്നാലും ശരി, ഹവീൽദാർ തന്നാലും ശരി, മറ്റേ തടിച്ച പുള്ളി തന്നാലും മതി. കണ്ടോ, ഇപ്പൊ എന്ത് പെട്ടെന്ന് പ്രശ്നം കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു? നീ അങ്ങ് കൊടുത്താ പോലെ. പ്രശ്നം എങ്ങനെ കഴിയും? നീ കൊണ്ട് തന്നേക്കണം എന്റെ കയ്യില്. അവനെ വിളിക്ക്. നീ ഇങ്ങോട്ട് ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? എവിടെ ആയിരുന്നത്? കൊള്ളാം, തീരെ ഉത്തരവാദിത്തമല്ലാതാവരുത്. 2 മാസമായി. 2 മാസം പൈസ കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? അവസാനം കയ്യിരുന്ന പൈസ ഞാൻ പലർക്കും കടം കൊടുത്ത് തീർത്ത്. ഉടായ്പ എന്റെ അടുത്ത് കാണിക്കരുത്. എന്റെ സ്വഭാവം നിനക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് വന്നാൽ നടക്കാക്കണ്ട. ഞാൻ ഇനി ഒരു വരവും കൂടെ വരുന്ന എന്റെ കൂടെ പിള്ളേരുണ്ട്. അവര് വന്നാ പിന്നെ വേറെ വർത്താനം പറച്ചിലൊന്നും ഉണ്ടാവില്ല. എന്താണ് മാഷേ ഇത്? പൈസ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിച്ചിടത്തില്ല. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന കാണണ്ടേ? ഒരു കറക്കവും വേണ്ട. ഒരു കാര്യം ചെയ്യും, രൂപ 10,000 രൂപ എനിക്ക് തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ ഈ വീട്ടിൽ കയറി ഇരിക്കും. ഇപ്പൊ എനിക്ക് 10,000 രൂപ അതിന്റെ പലിശ തന്നേ പറ്റൂ. അല്ല, അതിപ്പോ നിങ്ങളും കൂടെ ഇടപെട്ട സ്ഥിതി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പൈസ 10,000 രൂപ പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ എങ്ങനെ എടുത്തു തരും? കടോ, അവൻ ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞ പൈസ. അത് സത്യമാണിപ്പേര് നിങ്ങളെ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളെ കാണാത്തോണ്ട് ചെലവായി പോയതാണ്. ഒന്നുമില്ല, ഇത് സത്യം. ലാസ്റ്റ് എനിക്കൊരു 3 മാസത്തെ സമയം കൂടെ തന്നാൽ ഞാൻ പൈസ. 3 മാസോ? എന്റെ സ്വഭാവം മാറ്റിക്കരുത്. 2 കാലം തല്ലി പഠിച്ച് വീട്ടിനകത്ത് എനിക്ക് അറിയാൻ പാടില്ല. സംസാരിച്ച ഇതാവൊന്നും വേണ്ട. ഞാനിവിടുത്തെ ചിരട്ടക്കോണം ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ലൈൻമാനാ. ഞാനൊരു 2 ഗഡുക്കളായിട്ട് പൈസ തന്നോളാം. ഉറപ്പാണോ? ഇല്ലെങ്കിൽ ഞാൻ ഒരു വരവ് വരും. അങ്ങോട്ടായിരിക്കത്തില്ല, അങ്ങോട്ടായിരിക്കും. പിന്നെ അവസാനം ജോലി പോയി പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പറയരുത്. തരാന്ന് പറഞ്ഞല്ലോ. വേറെ കണ്ടോളാം. ഇതിനാ കാണുന്നത്? അവൻ തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ തരാടാ പൈസ. ഈ പൈസ എന്തായാലും അളിയാ, നിന്നെ പോലുള്ളവന്മാരാണ് ഇങ്ങനെയുള്ള ഗുണ്ടകളെ വളർത്തണത്.
എന്തൊരു അഹങ്കാരമാണ് അവന് വീട്ടിൽ കയറി വന്നിട്ട് പൈസ ചോദിക്കാൻ. എന്റെ സ്വഭാവം അറിഞ്ഞതാണ് അവന്. മഴ ഇടപെട്ടുണ്ട്, ഇല്ലെങ്കിൽ കാണായിരുന്നു. ഒരു മനസമാധാനം ഒരു സാധനം ഈ വീട്ടിൽ കിട്ടും. എന്തുവാടാ വരാൻ പറഞ്ഞു? എന്തുവാ? ഇതൊക്കെ പറ, എനിക്ക് പോണം. നില്ലേ കുറച്ചേരം. വായിച്ചു തയ്യൽ മെഷീൻ 5000, ഗ്യാസ് 1800, പലചരക്ക് 3000, സ്വർണ്ണപ്പണയം 13000. ഇതെന്ത് ചെയ്ത്? എനിക്ക് തന്ന പൈസകളല്ലേ? എന്തിനാ കണക്ക് എഴുതിയേക്കുന്നത്? കണക്കില്ലായിരുന്നു ഒന്നിനും. പക്ഷെ ഇനിയിപ്പോ കണക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്റെ ഓർമ്മയിലുള്ള കണക്കുകളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഓർമ്മപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഓർമ്മയിലുള്ള ഇത്ര എന്നും നിന്റെ കാര്യം നോക്കി എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ്. ഞാനൊരു സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ലൈൻമാൻ. എനിക്ക് കിട്ടുന്ന വരുമാനത്തിനൊരു നിശ്ചിത അളവുണ്ട്, ഒരു കണക്കുണ്ട്. അതെൻ്റെ കുടുംബം നോക്കാനേ എനിക്ക് തികയുള്ളത്. നീ ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും എടുത്ത് തരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണത്. ഇപ്പൊ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ക്ലീറ്റോ വരുത്തി വെക്കുന്ന കടം മുഴുവൻ തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അവ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. പിന്നെ കടം കൂടെ ഞാൻ തീർക്കാന്ന് വെച്ചാൽ നീ നിന്നെ കണ്ടില്ല എടുത്ത് വന്ന് ചാടിയിട്ട് പോയത്. എന്റെ വീടിന്റെ അമ്മ ഒന്ന് ചാടിയിട്ട് പോവാ, അവളെ വിളിച്ചിട്ട് അവളെ കുറഞ്ഞാൽ മതി. തിരിച്ചു തരണേ നീ. എന്താ പറഞ്ഞാലും തെറ്റ്. ഒരു കൊല്ലം കൊണ്ട് അവന്റെ ഓർമ്മയിലുള്ള എഴുതിയതാണിത്. ഇങ്ങനെ നിന്റെ എല്ലാ ആവശ്യത്തിനും അവൻ പൈസ എടുത്ത് തരാന്ന് വെച്ചാൽ അവനൊരു കുടുംബമില്ല, അവന് ജീവിക്കണ്ടേ? നീ ഒറ്റ വരുത്തിയാ അവനെ പഴി കളയുന്നത്. അവൻ വലിയ ജോലിക്ക് പോയി പോയനെ. പക്ഷെ അവൻ എന്ത് ചെയ്താലും അവള് കൂട്ടാണ്. പിന്നെ എന്ത് ചെയ്യാനാ? അവനൊരു തിരിച്ചറിവുണ്ടാവണ്ടേ? അതിനവള് സമ്മതിക്കില്ല. എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേ അവള് പറയാം അവൻ ചെയ്യണം ശരിയാണ്, അവൻ പ്രമുഖനാണെന്ന് എവിടെ തന്നെ പറയാം. പിന്നെ എങ്ങനെ മനസ്സിലാവാൻ ആൾക്കാർക്ക്? അവന് സ്വയം ചിന്തിക്കണം. ആ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കണം. അത് അവള് കൊടുക്കൂല. നിനക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ലടി. നിനക്ക് എന്റെ സ്നേഹം ഉണ്ടടി? പറയുമ്പോ വലിയ സഹോദര സ്നേഹമാണ് കാണിക്കുന്നത്. എന്നിട്ട് നിനക്ക് ഒരു പുണ്ണാക്കില്ല. എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. എന്റെ നെഞ്ച് പറഞ്ഞ നിനക്കൂടെ കുഴപ്പമില്ല. ക്ലീറ്റോടെ കണ്ണു പറഞ്ഞാൽ അവർക്ക് തൊലഞ്ഞില്ല. എന്റെ ക്ലീറ്റോ എന്റെ ക്ലീറ്റോ എന്റെ ക്ലീറ്റോ. എന്നെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടാടി? നീ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാ? എനിക്ക് നീ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. കണ്ണിന് മുമ്പിൽ ഈ വിഷമം കാണുമ്പോഴാണ് ഈ പ്രശ്നം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എങ്ങടയിൽ ഇറങ്ങിപ്പോ. അല്ല, എന്റെ മനസ്സ് വിഷമിച്ച് അവൾ ചിന്തിക്കാത്ത എന്താ അമ്മാവ? എനിക്കുമില്ലേ സങ്കടങ്ങള്? സ്നേഹമില്ലാന്ന് പറയരുത്. എനിക്ക് സ്നേഹമുള്ളവര് ഒരു സ്നേഹമുള്ള ഒരാളെ വിഷമിപ്പിക്കാൻ സമ്മതിക്കില്ല ഒരാള്. നിനക്ക് ക്ലീറ്റോ കരഞ്ഞാലേ വിഷമമുള്ളൂ. നിനക്ക് ക്ലീറ്റോ സങ്കടപ്പെട്ടാലേ വിഷമമുള്ളൂ. കറങ്ങാൻ എന്തായാലും നിനക്കൊരു കുഴപ്പമില്ല. ഒരു ചുക്കുമല്ല എനിക്കോട് എടി ഇങ്ങനെ അവന് നീ എഴുതരം കൊടുത്ത് അവൻ നാശായി പോയാൽ കനകം പിന്നെ ഇവിടെ നിൽക്കില്ല. എനിക്ക് വയ്യ, ഞാൻ ഇവിടുന്ന് പോവാ. എനിക്ക് ഈ കണ്ണീര് കാണുമ്പോഴാണ് എന്റെ പ്രശ്നം. എനിക്കിത് കാണാൻ പറ്റൂല. ഇത് എവിടെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ കയറി വരുമ്പോൾ ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റുമോ? വേണ്ട, നീ അവളും കൂടി എവിടെയെങ്കിലും വാടകയ്ക്ക് വെക്കോ. മാസം 5000 റുപ്യ കൊടുക്കണ്ടോ? എന്നാലും ഈ ചെലവില്ലല്ലോ. അതെ, കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അത്രേ ഉള്ളൂ. ആ, ഒന്നല്ലെങ്കിൽ ക്ലീറ്റോനെ നീ നന്നാക്കണം, അല്ലെങ്കിൽ ഇവർ ഇവിടുന്ന് താമസം മാറും. അതിനവള് തയ്യാറല്ല. മാമ. എത്ര വർഷം? 10-15 വർഷമായില്ലേ? ഈ 15 വർഷമായിട്ട് അവന് ഒരു കുരിഞ്ഞൊരു കുപ്പയെടുക്കാൻ അവള് സമ്മതിക്കില്ല. അവൻ ചെയ്യുമ്പോ അതുകൂടെ ഇവിടെ അങ്ങ് ചെയ്യാൻ നിൽക്കുക. വേണ്ട, ഇനി 10 പൈസ സഹായം കൊടുക്കരുത്. അധികം അരിയില്ലാണ്ടാവുമ്പോഴും പണിയില്ലാണ്ടാവുമ്പോഴും കുടുംബത്തെ ദാരിദ്ര്യം കാണുമ്പോ അവൻ നന്നായിക്കോളും. ഞാനിവിടെ നിൽക്കുന്ന പ്രശ്നം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് എല്ലാം പറയാൻ കേട്ടിടത്തോളാം. ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തിനാ ഇവിടെ നിൽക്കണേ? ഇപ്പൊ ഏതൊരുത്തൻ അവൻ കാണിച്ചു വെച്ചാൽ ഇവിടെ വന്നിട്ട് നീ ഇന്നലെ തെറി കേട്ടില്ലേ? ഇനി അത് വേണ്ട. ഇവിടെ ഒന്നല്ലെങ്കിൽ നീ അവനെ നേരാക്കണം. കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണാൻ വയ്യ. നമുക്ക് സങ്കടമായി. വലിയ വിഷമായി. ഇനിയിപ്പോ അല്ല, അങ്ങനെ പറയേണ്ടിരുന്നില്ല അല്ലേ? പിന്നെ പറയാതെ അങ്ങനെ ഈ എത്ര നാളിങ്ങനെ പറയാതിരിക്കും ഞാൻ? എനിക്കെന്തെങ്കിലും ആയിപ്പോ എന്ത് ചെയ്യാം മാവ?
എനിക്കിനി വന്നു എന്ത് ചെയ്യും? വേണം വേണം, അവൾ ആരും നോക്കും? ഒരു ഉത്തരവാദിത്വം വേണം. നല്ലതാ. തങ്കം, 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 എന്തായി അറിയോ ഞങ്ങളേക്കാ? സിമ്മിയാടി, അയ്യോ എത്ര കാലേ കണ്ടിട്ട്. ഓ, നിന്റെ അഡ്രസ് തപ്പി നടന്ന എന്റെ പൊന്നു മോളെ. എങ്ങനെ എത്തി? എന്നിട്ട് ആ രാഗിണിയുടെ അടുത്ത് ചോദിച്ച് അഡ്രസ് മേടിച്ച് പേടി കണ്ടുപിടിച്ചു. എത്ര കാലേ കാണാൻ വേണ്ടി കാത്തിക്കണത്. എന്ത് പറയണ? പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്? വിശേഷമൊക്കെ പറയാം, നീ ഇരിക്കേ. എന്ത് കണ്ണൊക്കെ ഒന്നുമില്ല, ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പം പുകടിച്ചതായിരിക്കും. ഇവിടെ അതേപോലെ തന്നെ ഇരിക്കണം. നീ വളർന്നിട്ടില്ലല്ലോ ഇവിടെ വെച്ചാ. എനിക്ക് വളർച്ചയൊന്നുമില്ല. എവിടെയാ നീ ഇപ്പൊ? നിങ്ങളൊക്കെ എവിടെയാ ഇപ്പൊ? ഞാൻ ബാംഗ്ലൂര്. അവളൊരു ബാംഗ്ലൂരിനെ കിട്ടിയേക്കുന്നത്. അപ്പൊ ബാംഗ്ലൂർ സെറ്റിലാണ്. ബാംഗ്ലൂരുള്ള ആളോ? അപ്പൊ പിള്ളേരൊക്കെയോ? ഒരു മോനുണ്ട്. ആണോ? നിന്റെ വിശേഷം? ഞാൻ എറണാകുളത്ത് തന്നെ ഒരു ബൊട്ടീക്കൊക്കെ ഇട്ട് നല്ല സുഖമായി ബൊട്ടീക്കിട്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോണു. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് പിന്നെ ബിസിനസ് ആണല്ലോ, നേരത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ബിസിനസ് ആണല്ലോ. ഞാൻ ഈ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് പോകുന്നുണ്ട്. എറണാകുളത്ത് ഞങ്ങളൊരു പ്രാവശ്യം വന്നായിരുന്നു. ആണോ? ഇനി വരുമ്പോ വിളിക്കണം കേട്ടോ, ഞാൻ നമ്പറൊക്കെ തരാം. പിന്നെ നീ എന്ത് ചെയ്യണു? നീ ജോലിക്കൊന്നും പോണില്ല? ഞാന് ജോലിക്ക് പോണില്ല. പിന്നെ പുള്ളിക്കാരന് ഇഷ്ടമല്ല ജോലിക്കൊന്നും. അതെന്ത് പറ്റി? പുള്ളിക്കാരൻ എന്താ ബിസിനസ് ആണോ? അല്ല, പുള്ളിയും മറ്റേ ഇച്ചിരി പ്രമുഖനാ. ആണോ? ഈ രാഷ്ട്രീയത്തിലൊക്കെയാ. MLA ആണോ? MLA അല്ല, കൗൺസിലർ ആയിരിക്കും അല്ലേ? അല്ല, അതേപോലെയൊക്കെ ആവും. രാഷ്ട്രീയത്തിൽ അവരുടെ പാർട്ടിയിൽ വലിയ ഒരാളാ. ആണോ? നിനക്ക് ആളെ മനസ്സിലായോ? ഇല്ല. എന്നെ കിട്ടിയതാരാന്നറിയോ? നമ്മുടെ സീനിയർ ആയിട്ട് പഠിച്ചില്ലേ, ക്ലീറ്റസ്. പ്രസംഗിക്കുമ്പോ എല്ലാരും ഇപ്പൊ പക്ഷെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കൂ കേട്ടോ. ആണോ? എന്നിട്ട് എന്താ ഒന്നും നല്ലൊരു പോസ്റ്റ് ഒന്നും കിട്ടാത്ത ഇത്ര നാള് രാഷ്ട്രീയത്തിൽ വന്നിട്ട്? അത് ക്ലീറ്റോന് അങ്ങനെ ഈ പദവികളൊന്നും ഇഷ്ടമല്ല. ആണോ? ഇങ്ങനെ പൊതു സേവനങ്ങളൊക്കെ തന്നെയാ ഇഷ്ടം. ഓ, പാവം. ചേട്ടനും അമ്മയൊക്കെ ഇവിടെ തന്നെയല്ലേ, ഈ വീട്ടിൽ? അവരപ്പുറത്ത്. ഇത് ഒറ്റ വീടല്ലേ ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾ വീട് വെച്ച് മാറാത്തത്? രാഷ്ട്രീയത്തിലേക്ക് ആകുമ്പോ നല്ല പിടിപാടൊക്കെ ഉള്ള വ്യക്തികളല്ലേ, അപ്പൊ എന്താ മാറാത്തത്? വീടൊക്കെ വെക്കണം. എന്ത് പറ്റി? എന്തോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഞങ്ങളെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലല്ലേ ഇവൾക്ക്? സന്തോഷമൊക്കെ ഉണ്ട്. എന്ത് പറ്റി? ഭയങ്കര വിഷമിച്ചിരിക്കണ്. എന്താടാ, എന്ത് പറ്റി? എന്തിങ്ങനെ കരയണത്? തങ്കം, നിന്റെ കരച്ചിലാണോ ഞങ്ങൾ വന്നത്? കഷ്ടപ്പെട്ട് തേടി പിടിച്ച് അഡ്രസ്സൊക്കെ കണ്ട് എന്ത് പറ്റി? എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ പറ, തുറന്ന് സംസാരിക്കുക. എന്ത് പറ്റി? എന്താ നിന്റെ പ്രശ്നം? പറ, എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാടാ. ക്ലീറ്റോ എന്നോട് സ്നേഹമൊക്കെയാണ്, പക്ഷെ ഈ രാഷ്ട്രീയവും പറഞ്ഞങ്ങ് പോകും. ഒന്നും ചെയ്തു തരൂല്ല വീട്ടിലേക്ക്. എല്ലാം ഞാൻ തന്നെ നോക്കണം. നീ എങ്ങനെ നോക്കും? ഇതാണ് ഇവരുടെ പ്രശ്നം. ഇടി അങ്ങനെ നീ പണിയെടുത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങേറ്റ് ജോലിക്കൊന്നും പോവാത്തത്. മനസ്സിലായോ? അങ്ങേർക്കറിയാം നീ ആരുടെങ്കിലും കാല് പിടിക്കും, കനകനോട് ചോദിക്കും, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകും, എല്ലാം അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ പണിക്ക് പോണില്ല, നിനക്ക് തിന്നാനൊന്നും തരുന്നില്ല. നീ ഒന്ന് വീട്ടിലിരുന്ന് നോക്കിയേ. നീ ഒന്നും ചെയ്യാതെ എന്നെ കൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് നോക്കിയേ. അയാൾ മര്യാദക്ക് ജോലിക്ക് പോയിട്ട് പൈസ ഒപ്പിച്ചു തന്നത് കാണാം. ഇല്ല, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എടി, അത് അയാൾക്ക് നല്ല ഉറപ്പുണ്ട് നീ പോകുന്നുള്ള കാര്യം. ഞാൻ പോവാതിരുന്ന എന്റെ കുഞ്ഞു വിഷമിക്കൂലേ? എടി, അതേപോലത്തെ കൺസേൺ അയാൾക്കും ഇല്ലേ? അയാളുടെ കൂടി കുഞ്ഞല്ലേ അത്? നീ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന കുഞ്ഞൊന്നുമല്ലല്ലോ. അപ്പൊ അതാണ് പറയണത്, നീ വെറുതെ ഇങ്ങനെ നീ കുറച്ച് ബോൾഡ് ആവണം. എന്നോട് പിണങ്ങും. എന്റെ പൊന്നു മോളെ, പണ്ടത്തെ കാലമൊന്നും അല്ല ഇത്.
അങ്ങനെയൊന്നും ആരും പിണങ്ങുന്നില്ല. നീ ധൈര്യമായിട്ടിരുന്നേ, നീ കുറച്ച് ബോൾഡായിട്ടിരുന്നേ. നീ എന്തേ പറയണത്? എടി നീ ഒന്ന് എറണാകുളത്തൊക്കെ വന്ന് നോക്കണം പെൺപിള്ളേർ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എത്ര ബോൾഡായിട്ടാണെന്നറിയോ അവരൊക്കെ ജീവിക്കണത്. നീ ഇങ്ങനെ അടുക്കളയിലെ പൊടിയും എല്ലാം ഇതാക്കി തൊഴിലുറപ്പിന് പോയി പൈസ ഉണ്ടാക്കി ഭർത്താവിന് ഷർട്ടും എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുത്ത് ഇങ്ങനെ നടന്നിട്ടാണ് അയാൾക്ക് ഇത്ര തരം. നീ ബോൾഡായിട്ട് നിൽക്കണം. നീ പണിക്ക് പോകില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാന്ന് പറയണം. എനിക്ക് പേടി അങ്ങനെ. എടി നീ എന്തിനു പേടിക്കണം? അതൊന്ന് പറഞ്ഞു തന്നെ. നീ എന്തിനാ പേടിക്കണത്? നീ ആരെയും പേടിക്കണല്ലോ? ക്ലീറ്റ് ഇട്ടിട്ട് എവിടെ പോവാൻ? നീ എവിടെയും പോകൂല. ക്ലീറ്റൊക്കെ നീ ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അയാൾക്ക് നല്ല തരമുണ്ട്. അയാൾക്ക് നല്ലോണം അറിയാം നീ നന്നായിട്ട് പണിയെടുത്ത് അയാളെ നോക്കൂന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അയാളൊന്നും ഇട്ടിട്ട് പോകാനൊന്നും പോണില്ല. നീ കുറച്ച് ബോൾഡായി നീ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് തുടർന്ന് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പിന് പോയും അവിടെ പോയി ഇവിടെ പോയി നീ നശിയുള്ളൂ. മനസ്സിലായോ ക്ലീറ്റോ? ക്ലീറ്റോ, ആ ഇത് സിമി എന്റെ കൂടെ പഠിച്ചത് ഗ്രീഷ. നിന്റെ ബാച്ചിലെ ഓർമ്മയില്ലേ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വെച്ചത്. ഇതെനിക്ക് കണ്ടോളൂ കുഞ്ഞ ഇത് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞായിരുന്നു പോലെ അല്ലേ? അവളിപ്പോ ബാംഗ്ലൂരാ. ബാംഗ്ലൂരാ? എന്ത് പരിപാടി? ഹസ്ബൻഡ്. ആ അത് ശരി. നമ്മൾ എന്ത് ചെയ്യണു? ഞാൻ എറണാകുളം തന്നെ ബൊട്ടീക്കൊക്കെ ഇട്ട്. പൊട്ടിക്കാ? ബൊട്ടീക്ക് പടക്കക്കടയാ? ബൊട്ടീക്ക്. ആ ചുരിദാറിന്റെ സാരി. എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ അങ്ങനെ തോന്നി. മോളെ എന്ത് പറയാൻ, ഞാൻ കുറെ തിരക്കായി പോയി. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് വല്ലതും കൊടുത്തോ? ഇല്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അതല്ലല്ലോ, നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് ഫുഡ് എവിടെ പുറത്തുനിന്ന് പറയട്ടെ ഞാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോവാ, കുറച്ച് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാം. ഓ അത് വേണ്ട, അത് വേണ്ട. വീട്ടില് പോയിട്ട് തിരക്കുണ്ട്, മക്കളുണ്ട്. വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാനേ പിന്നെ എടി മറ്റേ ഡൈനിങ് ടേബിൾ നോക്കാൻ കയറി. കറങ്ങുന്ന ഡൈനിങ് ടേബിൾ നീ വേണമെന്ന് പറഞ്ഞില്ലേ? ഇവള് പറഞ്ഞു അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കാനായിട്ട് പോയിട്ട് അത് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കറങ്ങും, പക്ഷെ തിരിച്ചു കറങ്ങില്ല. നമുക്കത് പറ്റില്ലല്ലോ. എന്താ നമ്മൾ വാങ്ങണം, എന്തെങ്കിലും കാശ് കൊടുത്ത് വാങ്ങണം. അവർ പറയണം 70,000-50,000 രൂപ നമ്മൾ മേടിച്ചിട്ട് അത് അതല്ല. അങ്ങനെ പിന്നെ പൈസ തിരിച്ച് ഞാൻ കൊണ്ടുവന്നു വെച്ചോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മളാ കസിൻസ് ടെക്സ്റ്റൈൽസിൽ നീ എന്ന് പറഞ്ഞ സാരി വന്നിട്ടുണ്ട് കേട്ടോ. പോയി മേടിച്ചോ. പിന്നെ എന്തൊക്കെ ഓർണമെന്റ്സ് എന്തൊക്കെ വേണമെന്നെല്ലാം മേടിച്ചോ കേട്ടാ. ഇതൊക്കെ ഞാൻ പറയില്ലേ, ഒക്കെ ഇങ്ങനെ ഭയങ്കര നമ്മൾ ജീവിക്കണമെന്ന് എന്തിനാണ് നമ്മുടെ ഭാര്യയുടെ സന്തോഷം. ക്ലീറ്റോന്റെ കാര്യം എന്ത് ചോദിച്ചാലും മേടിച്ചു തരും, ഭയങ്കര സ്നേഹമാണ്. അയ്യോ എനിക്ക് തരണ്ടല്ലേ ഉള്ളു, ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, സമ്പാദിക്കണം. ബാംഗ്ലൂരൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? തണുപ്പുണ്ടല്ലേ? ഇവിടെ വരുന്നുണ്ട് ഒരു ദിവസം ബാംഗ്ലൂർ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പറയല്ലേ ഇവർക്ക് ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പോവാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെ, ഇതേപോലെ തന്നെ നോക്കണേ. അതിനിപ്പോ നിങ്ങൾ പറയണം എന്റെ തങ്കത്തിന്റെ എന്റെ മുത്തിനെ വേണ്ടി എനിക്ക് അറിഞ്ഞിടുന്നതൊക്കെ. നിങ്ങൾക്ക് ഒരുപാട് പറയാനൊക്കെ കാണും. സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാറില്ല. പിന്നെ എന്റെ പറയെ ഇങ്ങനെ നടക്കും, എന്റെ ഓരോ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഒരുപാട് മിണ്ടാനും പറയാനൊക്കെ കാണില്ല. ഞാൻ എനിക്ക് കട്ടറും ആകുന്നില്ല. നടക്കട്ടെ. Versus Alien.